എന്നോട് കരുണ കാണിക്കണം. എല്ലാം വിശദമായി പറഞ്ഞോളൂ. ഒന്നുകൊണ്ടും നിങ്ങൾ പേടിക്കണ്ട. എന്റെ മകന് അങ്ങയുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സന്മനസ്സുണ്ടാകണം. നല്ല തമാശ. എന്തൊരു അതിക്രമം! അയ്യടാ, രാജകുമാരി വേണോ അത്ര? രാജകുമാരിയുടെ അടുത്ത് നിൽക്കാൻ ഇവർക്ക് യോഗ്യത വല്ലതും ഉണ്ടോ? ഇതിനകത്ത് എന്താണുള്ളത്? അതെന്റെ കയ്യിലേക്ക് തരൂ. ഇത് വളരെ വിലമതിപ്പുള്ളതാണല്ലോ. അതേ സുൽത്താൻ, വളരെ വിലമതിപ്പുള്ളതാണ്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഈ സംശയം എനിക്കും നേരത്തെ തോന്നിയതാണ്. മന്ത്രി, ഈ സ്ത്രീയുടെ മകനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? വളരെ ആലോചിച്ചു വേണം തീരുമാനമെടുക്കാൻ സുൽത്താൻ. ഒരടിമയ്ക്ക് ഒരിക്കലും നമ്മുടെ രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ അങ്ങ് അനുവദിക്കരുത്. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്റെ മകൾ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളെക്കാൾ വിലമതിപ്പുള്ള ആഭരണങ്ങൾ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അഥവാ ഈ ആഭരണങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ 60 അടിമ പെൺകുട്ടികളെയെങ്കിലും കൊണ്ടുവരണം. സുൽത്താന്റെ ആവശ്യപ്രകാരം 60 അടിമ പെൺകുട്ടികളെയും അവരുടെ വശം 60 താലങ്ങളിൽ അമൂല്യ രത്നങ്ങളും ഞാൻ സുൽത്താന് സമ്മാനമായി കൊടുക്കാൻ പോവുകയാണ് മകനെ. തീർച്ചയായും ഈ വിവാഹം നടക്കും. ശരി അമ്മേ, പോയിട്ട് വരൂ. സുൽത്താൻ അങ്ങ് ആവശ്യപ്പെട്ട 60 അടിമ പെൺകുട്ടികളെയും രത്നങ്ങളും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നു. നാം അതീവ സന്തുഷ്ടനായിരിക്കുന്നു. നാം ആവശ്യപ്പെട്ട പ്രകാരം നിങ്ങളെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നു. ഇവരുടെ മകൻ അലാവുദ്ദീന്റെ പക്കൽ ഒരു അത്ഭുത വിളക്കുണ്ട് സുൽത്താൻ. അത് പ്രയോഗിച്ചായിരിക്കും ഈ മായാജാലങ്ങൾ. എങ്കിൽ ഇവരുടെ മകൻ അലാവുദ്ദീനെ കാണാൻ നാം ആഗ്രഹിക്കുന്നു. വേഗം പോയി കൂട്ടിക്കൊണ്ടുവരൂ. എന്റെ ആജ്ഞ പാലിച്ച ഈ അലാവുദ്ദീന് എന്റെ ഓമന മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാൻ നാം തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങ് എന്നോട് കാണിച്ച ഈ ദയയ്ക്ക് ഞാൻ മരണം വരെ അങ്ങയോട് നന്ദിയുള്ളവനായിരിക്കും. എന്റെ അനുഗ്രഹാശസ്സുകൾ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും.